എനിക്ക് കഴിഞ്ഞ ദിവസം വന്നൊരു മെസ്സേജ് ആട്ടാ, മക്കൾസ് മാത്രമല്ല ലഞ്ച് ബോക്സ് കൊണ്ടുപോകണത്, ഞങ്ങൾ ജോലിക്കാരും കമ്പനിയിൽ ഇതേപോലെ ലഞ്ച് ബോക്സ് ഒക്കെ ആയിട്ടാണ് പോണേന്ന്. ആയിക്കോട്ടെ, നിങ്ങൾക്കും കൂടെ പറ്റിയ നല്ല അടിപൊളി ഒരു ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പി ആട്ടാ. ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണയും ഒരു ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ അങ്ങോട്ട് ഒഴിച്ച് ചൂടാക്കി കൊടുക്കുക. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് കടുക്, ഉഴുന്ന്, പൊട്ടുകടല, ഉണക്കമുളക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് വഴറ്റി കൊടുക്കുക. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് നല്ല പൊടിയായിട്ട് അരിഞ്ഞൊരു സവാള എടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന 2 വെളുത്തുള്ളിയും നമ്മുടെ എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളകും കൂടെ ചേർത്തായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഉണ്ടല്ലോ നല്ല പഴുത്ത 2 വലിയ തക്കാളിയായിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കണേ. അതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 1/4 കപ്പ് നല്ല ചൂടുവെള്ളത്തോടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമ്മുടെ ഈ ഒരു തക്കാളിയൊക്കെ നന്നായിട്ട് ഇങ്ങോട്ട് വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ നല്ലോണം അങ്ങോട്ട് വെന്ത് നമ്മൾ ഈ ഒഴിച്ച വെള്ളം ഉണ്ടല്ലോ അതൊക്കെ അങ്ങോട്ട് വറ്റി ആ ഒരു എണ്ണ തെളിഞ്ഞ് വരുന്ന സ്റ്റേജിൽ വേണം നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിൻ്റെ കൂടെ ഉണ്ടല്ലോ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ടേ നമ്മുടെ ഈ തക്കാളിയും റൈസും എല്ലാം കൂടെ അങ്ങോട്ട് ഒന്നായിട്ട് വരണം. ആ സ്റ്റേജിലുണ്ടല്ലോ അങ്ങോട്ട് തട്ടിപ്പൊത്തി ഒരു 10 മിനിറ്റ് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. നന്നായിട്ട് അങ്ങോട്ട് ആവി കയറി ദമ്മായിട്ട് വരുന്ന സമയത്ത് വേണം ഒന്നും കൂടെ അങ്ങോട്ട് ഇളക്കി മറിച്ചിട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. പിന്നെ ഈ റൈസ് ഉണ്ടല്ലോ അബൂഖാസിൻ്റെ മസാല റൈസ് ആട്ടാ. ഇന്നലത്തെ വീഡിയോ കണ്ടപ്പോഴേ കുറേ പേര് ചോദിച്ചായിരുന്നു കേട്ടോ ഈ റൈസ് ഏതാണെന്ന്. അതുകൊണ്ടാട്ടെ ഇന്നിപ്പോൾ വീഡിയോയിൽ പറഞ്ഞത് ഈ ടൊമാറ്റോ റൈസേ കുറച്ച് അങ്ങോട്ട് ആർഭാടായിക്കോട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ 2 ചിക്കൻ പൊരിച്ചത് പിന്നെ കുറച്ച് പപ്പടവും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്നും ഇല്ലെങ്കിലേ കുറച്ച് അച്ചാറും തൈരും ഉണ്ടെങ്കിലും സംഭവം ഉഷാർ തന്നെയാണ്. അപ്പോൾ ബാച്ചിലേഴ്സിനും മക്കൾസിനും ഒക്കെ പറ്റി നമ്മളെ ടൊമാറ്റോ റൈസ് റെഡി ആട്ടാ.